ഇന്ത്യയെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു കോർപ്പറേറ്റ് തട്ടിപ്പുണ്ട്. 2009 നടന്ന സത്യം സ്കാം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പുകളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പതനമായിട്ടാണ് അതിനെ കാണുന്നത്. സത്യം എന്നാണ് ആ കമ്പനിയുടെ പേര് എന്നതാണ് അതിലെ ഏറ്റവും വലിയ രസം. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനികളിൽ ഒന്നായിട്ടായിരുന്നു സത്യത്തിനെ കണ്ടിരുന്നത്. അക്കൗണ്ടുകൾ തെറ്റായിട്ട് കാണിക്കുക, മോശപ്പെട്ട കോർപ്പറേറ്റ് ഭരണം, ഓഡിറ്റിംഗിലെ തട്ടിപ്പ് എന്നിവയൊക്കെ അടങ്ങിയതാണ് സത്യം സ്കാം. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അവർ പറഞ്ഞതൊക്കെ നുണകളായിരുന്നു. 7000 കോടി രൂപയിൽ കൂടുതലായി ആ തട്ടിപ്പിന്റെ മൂല്യം. അതുകൊണ്ട് തന്നെ ഞൊടിയിടയിൽ നിക്ഷേപകർക്ക് നഷ്ടമായത് 14,000 കോടി രൂപയോളമാണ്. കാരണം ഒരൊറ്റ ദിവസത്തിൽ തന്നെ സത്യത്തിന്റെ ഓഹരികളുടെ വില ഏകദേശം 80% കുറഞ്ഞത്. അങ്ങനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് 7.3% താഴേക്ക് പോവുകയും ചെയ്തു. ഇത്തരം ചതികൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ എങ്ങനെ കണ്ടെത്താം എന്നാണോ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ റേഷ്യോ എന്താണെന്ന് വിശദമായി മനസ്സിലാക്കി അത് വിവിധ സെക്ടറുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നും നോക്കാം. തുടങ്ങുന്നതിന് മുൻപ് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോകൾ എല്ലാ ദിവസവും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കമ്പനികൾക്ക് കണക്കുകളിൽ എങ്ങനെയൊക്കെ കൃത്രിമം കാണിക്കാം എന്നതിനെ കുറിച്ചാണ്. ഒരു കമ്പനിക്ക് ഇതിനു വേണ്ടിയിട്ട് അഗ്രസീവ് റവന്യൂ റെക്കഗ്നിഷൻ പോളിസികൾ കൈക്കൊള്ളാം. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി റവന്യൂ കൂട്ടിക്കാണിക്കുന്നു എന്നർത്ഥം. ചാനൽ സ്റ്റഫിംഗ്, ക്രെഡിറ്റ് കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യൽ തുടങ്ങിയ പരിപാടികളിലൂടെയാണ് ഇവർ ഇത് ചെയ്യുന്നത്. എന്താണ് ഈ രണ്ട് സംഭവങ്ങൾ എന്ന് പറയാം. ആദ്യം ചാനൽ സ്റ്റഫിംഗ് എന്താണെന്ന് പറയാം. കണക്കുകളുടെ റിപ്പോർട്ടിംഗ് കാലാവധിക്ക് തൊട്ട് മുൻപ് കമ്പനി ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് കൂട്ടിക്കാണിക്കാൻ വേണ്ടി അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ വിൽക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും റീറ്റെയിലർമാർക്കും അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇത്. ഉദാഹരണത്തിന് സ്മാർട്ട് ഫോൺ വിൽക്കുന്ന ഒരു കമ്പനി എല്ലാ മാസവും ഇവരിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർ ഏകദേശം 1000 സ്മാർട്ട് ഫോൺസ് ആണ് ഓർഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഈ വിൽപ്പന വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടി കമ്പനി ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് 3000 സ്മാർട്ട് ഫോണുകൾ അങ്ങോട്ട് വിൽക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഇത് എല്ലാം വിൽക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല. അവർ 1000 സ്മാർട്ട് ഫോണുകൾ തിരികെ അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇൻവെന്ററിയിൽ സാധനം അധികമായി വരുന്നു. പക്ഷേ സെയിൽസിന്റെ കണക്കനുസരിച്ച് 3000 സ്മാർട്ട് ഫോൺ വിൽക്കപ്പെട്ടു എന്നായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ 2000 മാത്രമേ വിറ്റിട്ടുണ്ടാവുകയുള്ളൂ. ഇതുകൊണ്ട് സെയിൽസിന്റെ കണക്കിൽ കൃത്രിമമായിട്ട് കൂട്ടാൻ കഴിയും. അതുവഴി ഇൻവെസ്റ്റേഴ്സിനിടയിലും ഓഹരി ഉടമകളുടെ ഇടയിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ ക്രെഡിറ്റ് പീരിയഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ കടമായി സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ കാലാവധി നീട്ടിക്കൊടുത്താൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ നേടി സെയിൽസ് കൂട്ടാം എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അക്രുവൽ അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്ന ആക്ച്വൽ പേയ്മെന്റ് കിട്ടുന്നതിന് മുൻപ് റവന്യൂവും പ്രോഫിറ്റും റെക്കോർഡ് ചെയ്യുന്ന ഈ തത്വം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇവർ ഇവിടെ തട്ടിപ്പ് നടത്തുന്നത്. അതായത് ഞാൻ 100 രൂപയുടെ സെയിൽസ് നടത്തിയിട്ട് ക്യാഷ് കയ്യിൽ കിട്ടിയില്ലെങ്കിലും അത് കണക്കിൽ റെക്കോർഡ് ചെയ്യുന്ന പരിപാടി. പക്ഷെ പണി പാളുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാങ്കല്പിക പ്രോഫിറ്റിനെ ക്യാഷ് പ്രോഫിറ്റ് ആക്കി മാറ്റാൻ കമ്പനിക്ക് കഴിയാതെ വരുമ്പോഴാണ്. സോ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് CFO അതുപോലെ തന്നെ എബിഡ എന്ന് വിളിക്കുന്ന EBITDA. അപ്പോൾ CFO ബൈ എബിഡ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റേഷ്യോനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കാൻ പോകുന്നത്. CFOയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എന്നാണ്. എബിഡ എന്ന് വിളിക്കുന്ന EBITDA ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡെപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നാണ്. നമുക്ക് ആദ്യം ഇതിലെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് അഥവാ CFO എന്താണെന്ന് മനസ്സിലാക്കാം. കോർ ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകളോ സർവീസുകളോ ഉണ്ടാക്കുക അല്ലെങ്കിൽ വിൽക്കുക, ഇൻവെന്ററി കൈകാര്യം ചെയ്യുക, കസ്റ്റമേഴ്സിൽ നിന്ന് പേയ്മെന്റ് വാങ്ങുക, സപ്ലയേഴ്സിനും എംപ്ലോയീസിനും അത് കൊടുക്കുക, ഇതൊക്കെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി റൺ ചെയ്യാനും റവന്യൂ ഉണ്ടാക്കാനും ആവശ്യമായി വരുന്ന ദൈനംദിന ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് കോർ ഓപ്പറേഷൻസ്. ഈ കോർ ഓപ്പറേഷൻസിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്യാഷിനെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെ ഇത് കണക്കാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സസിൽ നിന്ന് തുടങ്ങും. അതിൽ നിന്ന് പിന്നെ ഡെപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ തുടങ്ങിയ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആഡ് ബാക്ക് ചെയ്യും. ഇനി ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് പോലുള്ള നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തിരികെ ആഡ് ചെയ്യും. കാരണം അവ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്, അല്ലാതെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടേതല്ല. ഇനി ഡിവിഡൻഡ് പോലെയുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അതിൽ നിന്ന് കുറക്കണം. കാരണം ഡിവിഡൻഡും കമ്പനിയുടെ കോർ ഓപ്പറേഷൻസിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അതായത് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്, അതുപോലെ ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ പേയബിൾസ് അല്ലെങ്കിൽ ഇൻവെന്ററിയിൽ വന്ന ഡിഫറൻസസ് എന്നിവ ഗ്രോസ് ക്യാഷ് ഫ്ലോയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ ഗ്രോസ് ക്യാഷ് ഫ്ലോയിൽ നിന്നും വർക്കിംഗ് ക്യാപിറ്റലിലെ മാറ്റങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് ട്രേഡ് റിസീവബിൾസ് കൂടി എന്നിരിക്കട്ടെ. അതിനർത്ഥം കമ്പനി സെയിൽസ് നടത്താൻ പണം സ്പെൻഡ് ചെയ്തു, പക്ഷേ ക്യാഷ് ഇൻഫ്ലോ ആയ പേയ്മെന്റ്
പേയ്മെന്റ് കിട്ടിയില്ല എന്നാണ്. അതുപോലെ ഇൻവെന്ററി കൂടുമ്പോൾ അതിനർത്ഥം വിൽക്കാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാനോ വാങ്ങാനോ കമ്പനി പണം ഇൻവെസ്റ്റ് ചെയ്തു എന്നുമാണ്. അതായത് അതും ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ തന്നെയാണ്. അവസാനമായിട്ട് ഓപ്പറേറ്റിംഗ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് പെയ്ഡ് കുറക്കണം. ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ആ കമ്പനി അതിന്റെ ബിസിനസ് ഓപ്പറേഷൻസ് നിലനിർത്താനും ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനും മാത്രം ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതേസമയം ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആ കമ്പനിയുടെ ഓപ്പറേഷൻസ് നിലനിർത്താൻ വേണ്ടി കോർ ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്നും ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടാക്കുന്നതിൽ നല്ല പ്രശ്നങ്ങൾ ആ കമ്പനി നേരിടുന്നുണ്ട് എന്നായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ളത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് മെട്രിക് ആണ്. ഇനി നമുക്ക് എന്താണ് എബിഡ എന്ന് നോക്കാം. EBITDA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡെപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കമ്പനി അതിന്റെ കോർ ഓപ്പറേഷൻസിൽ നിന്നും ഉണ്ടാക്കുന്ന ലാഭം, പ്രോഫിറ്റ് ആണ് എബിഡ എന്ന് വേണമെങ്കിൽ പറയാം. ടാക്സ് അടക്കുന്നതിനും പണം കടം വാങ്ങുന്നതിനും അസറ്റുകളുടെ കാലക്രമേണയുള്ള കേടുപാടുകൾക്കുള്ള ചിലവും കുറക്കുന്നതിനും മുൻപുള്ള കമ്പനിയുടെ വരുമാനമായിട്ട് അതിനെ കണക്കാക്കാം. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റിയെയും കുറിച്ച് അത് കൂടുതൽ മനസ്സിലാക്കി തരുന്നതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. CFOയും എബിഡയും എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി CFO ബൈ എബിഡ റേഷ്യോ എന്താണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ പ്രോഫിറ്റും റിട്ടേൺ റേഷ്യോകളും ഒക്കെ ഭയങ്കര ഉയർന്നതായിരിക്കാം, പക്ഷേ കണക്കിലെ ഈ പ്രോഫിറ്റ്സ് ശരിക്കും ക്യാഷ് ആയിട്ട് മാറുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. അതിന് CFO ബൈ എബിഡ റേഷ്യോ നമ്മളെ സഹായിക്കും. ഏർണിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവ് എന്നാണ് അർത്ഥം. പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം എന്നുമാണ്. വരവിൽ നിന്നും ചിലവ് കഴിച്ചിട്ടുള്ളതാണ് ലാഭം. അപ്പോൾ CFO ബൈ എബിഡ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു കമ്പനി അതിന്റെ ഓവറോൾ ഏർണിംഗ്സിൽ നിന്നല്ലാതെ കോർ പ്രോഫിറ്റ്സിൽ നിന്നും അഥവാ എബിഡയിൽ നിന്നും എത്ര ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ആ കമ്പനിക്ക് എന്നുള്ളതാണ്. എബിഡ അക്രൂവൽ ബേസ്ഡ് അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. എബിഡയിൽ നിന്നും കമ്പനിക്ക് എത്ര ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് കിട്ടും. സാങ്കല്പിക പ്രോഫിറ്റിനെ യഥാർത്ഥ പ്രോഫിറ്റാക്കി മാറ്റാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, CFO ബൈ എബിഡ റേഷ്യോ എല്ലാ ഇൻഡസ്ട്രിക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഒരു നല്ല CFO ബൈ എബിഡ റേഷ്യോ ഇൻഡസ്ട്രികൾ അനുസരിച്ചും കമ്പനികൾ അനുസരിച്ചും മാറിയേക്കാം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് നേരിട്ട് സെയിൽസ് ചെയ്യുന്ന കമ്പനികൾ അഥവാ B2C കമ്പനികൾക്ക് വളരെ കുറഞ്ഞ ട്രേഡ് റിസീവബിൾസും ഇൻവെന്ററിയും ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർന്ന CFO ബൈ എബിഡ റേഷ്യോ ഉണ്ടായിരിക്കാം. ഈ ട്രേഡ് റിസീവബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആയിട്ട് അഥവാ കടമായിട്ട് കസ്റ്റമേഴ്സ് വാങ്ങിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ ആ കുടിശ്ശിക ബില്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽപ്പന നടത്തുന്ന കമ്പനികൾക്ക് ഇത് കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. ഇത് കമ്പനികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്, കാരണം ഭാവിയിൽ കയ്യിലെത്താനുള്ള പണം ആണ് അത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നതിന് മുൻപ് തന്നെ അതിനുള്ള പൈസ നമ്മൾ കൊടുക്കുമല്ലോ. അല്ലാതെ ഞാൻ 2-3 മാസത്തിനുള്ളിൽ തരാം എന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ. അങ്ങനെയുള്ള കമ്പനികൾക്ക് ട്രേഡ് റിസീവബിൾസ് ബ്ലോക്ക് ആയി കിടക്കുന്ന പണം കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പൊതുവെ ഉയർന്ന CFO ബൈ എബിഡ റേഷ്യോ ഉണ്ടാകും. ഇതിനു പകരം ഉയർന്ന ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ കുറെ ഇൻവെന്ററി സൂക്ഷിക്കുന്ന കമ്പനികൾക്ക് പൊതുവെ കുറഞ്ഞ CFO ബൈ എബിഡ റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, റീറ്റെയിലിംഗ് അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾക്ക് പ്രൊഡക്ട്സ് കൊടുക്കുന്ന ഹോൾസെയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ, ഇവയൊക്കെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്ന കമ്പനികളാണ്. ഇതുകൊണ്ട് ട്രേഡ് റിസീവബിൾസ് കൂടും, കാരണം കമ്പനിക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് വരേണ്ട പേയ്മെന്റിന് വേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ട് ഒരേ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ റേഷ്യോ കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. എബിഡയുടെ 60% കൂടുതൽ CFO ആക്കി മാറ്റാൻ കഴിയുന്ന കമ്പനികൾ സാമ്പത്തികമായിട്ട് നല്ല അവസ്ഥയിലായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവയ്ക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ സ്റ്റെക്കായി കിടക്കുന്ന പണം വളരെ കുറവായിരിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ എബിഡ തന്നെ എടുക്കുന്നു, എന്തുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കുന്നില്ല, അതായത് PAT എടുക്കുന്നില്ല എബിഡയ്ക്ക് പകരം? അല്ലെങ്കിൽ എന്തുകൊണ്ട് CFO ബൈ എബിഡയ്ക്ക് പകരമായിട്ട് CFO ബൈ PAT എടുത്തു നോക്കുന്നില്ല? അതിന്റെ കാരണം നെറ്റ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവയിൽ മറ്റ് ഇൻകംസിന്റെ ഇമ്പാക്ട് ഉണ്ടായേക്കാം. അവ കോർ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായിരിക്കണമെന്നില്ല. അപ്പോൾ കമ്പനികളുടെ ക്യാഷ് ഫ്ലോ കമ്പയർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിന് പകരം റേഷ്യോയിൽ എബിഡ ഡിനോമിനേറ്റർ ആയിട്ട് വരുമ്പോൾ കമ്പനിയുടെ കോർ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോക്കുള്ള അബിലിറ്റിയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം എബിഡയിൽ നോൺ ഓപ്പറേറ്റിംഗ് ചെലവുകളൊന്നും ഉൾപ്പെടുന്നില്ല. ഇനി നമുക്ക് ഇന്ത്യയിലെ വിവിധ ഇൻഡസ്ട്രികളുടെ പലതരത്തിലുള്ള CFO ബൈ എബിഡ റേഷ്യോ നോക്കാം. മുൻപ് പറഞ്ഞ പോലെ കമ്പനികളുടെ CFO ബൈ എബിഡ റേഷ്യോ 60% കൂടുതലാകുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ബിസിനസ് ടു ബിസിനസ്സുകൾക്ക്. ബിസിനസ് ടു കസ്റ്റമർ ബിസിനസ്സുകളാണെങ്കിൽ 70% കൂടുതൽ CFO ബൈ എബിഡ റേഷ്യോ ഉണ്ടാകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഡിഫറെന്റ് ഇൻഡസ്ട്രികളുടെ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ആദ്യമായി QSR സെക്ടർ അല്ലെങ്കിൽ ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് സെക്ടറാണ് എടുക്കുന്നത്. ഈ സെക്ടറിന് ഉയർന്ന CFO ബൈ എബിഡ റേഷ്യോ ഉണ്ടായിരിക്കും, കാരണം അവർ നൽകുന്ന പ്രൊഡക്റ്റിന് ഉടൻ തന്നെ പണം കിട്ടും. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്ന ക്യാഷ് വളരെ കുറവായിരിക്കും. ജുബിലന്റ് ഫുഡ് വർക്ക്സ് ലിമിറ്റഡ് 81.01%, ദേവയാനി
Adani International Limited 91.67%, Westlife Food World Limited 82.21%, Sapphire Foods India Limited 115.16%. ഈ സെക്ടറിലെ എല്ലാ കമ്പനികൾക്കും 70% കൂടുതൽ CFO by EBITDA റേഷ്യോ ഉണ്ടെന്ന് കാണാം. അത് വളരെ നല്ല റേഷ്യോ ആണ്. അതിനർത്ഥം ഈ കമ്പനികൾക്ക് എബിഡയിൽ നിന്ന് ക്യാഷ് നല്ല രീതിയിൽ മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി ക്യാപിറ്റൽ ഗൂഡ്സ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കടക്കാം. അബർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 40.46%, LG Equipments Limited 20.47%, ഭാരത് ഫോർജ് ലിമിറ്റഡ് 24.49%, രാമകൃഷ്ണ ഫോർജിങ്സ് ലിമിറ്റഡ് 7.37%. ഇവിടെ നോക്കിയാൽ CFO by EBITDA റേഷ്യോ വളരെ കുറവാണ്, 60%ലും കുറവാണ്. കാരണം ഇതൊക്കെ ക്യാപിറ്റൽ ഗൂഡ്സ് വിഭാഗത്തിലെ കമ്പനികളാണ്. അവർക്ക് ഉയർന്ന ട്രേഡ് റിസീവബിൾസും ഇൻവെന്ററിയും ഉണ്ടാകും. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ആകും. അവർക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ഉയർന്ന ഇൻവെന്ററി നിലനിർത്തേണ്ടതുള്ളത് കൊണ്ടാണ് ഇത് തന്നെയാണ് കെമിക്കൽ സെക്ടറിന്റെ അവസ്ഥയും. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 50.13% ആണ്, SRF ലിമിറ്റഡ് 65.47%, സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് 38.79%, ദീപക് നൈട്രൈറ്റ് ലിമിറ്റഡ് 50.09%. ഇവിടെ നോക്കിയാലും എല്ലാ കമ്പനികൾക്കും 60%ലും കൂടുതൽ റേഷ്യോ ഇല്ല. അതായത് ഈ കമ്പനികൾ എബിഡയിൽ നിന്ന് മാത്രമായിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് പ്രോഫിറ്റ് ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ റേഷ്യോ മാത്രം വെച്ച് നമുക്കൊരു കമ്പനി നടത്തുന്ന തട്ടിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. കുറഞ്ഞ CFO by EBITDA റേഷ്യോ ഉള്ള കമ്പനികളെ കണ്ടെത്താം എന്നത് ശരിയാണ്. പക്ഷേ ഇതിൽ നിന്ന് മാത്രമായിട്ട് നമുക്കൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. കുറഞ്ഞ CFO by EBITDA റേഷ്യോ ഉള്ള കമ്പനിയെ നോക്കിയ ശേഷം അവർ കടമെടുത്തിട്ടുള്ളത് എത്രയാണ് എന്നുകൂടി നമ്മൾ അറിയണം. കമ്പനിക്ക് കുറഞ്ഞ CFO by EBITDA റേഷ്യോ ആണെങ്കിൽ ഭാവിയിലെ ക്യാപിറ്റൽ ചിലവിനായിട്ട് കൂടുതൽ കടം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇക്വിറ്റി കൂട്ടേണ്ടി വരും. കുറഞ്ഞ CFO by EBITDA റേഷ്യോവും ഉയർന്ന നിരക്കിൽ കടം എടുക്കുന്നതും ബാലൻസ് ഷീറ്റിന് നല്ലതല്ല. അത് കമ്പനിക്ക് നല്ല ലക്ഷണവുമല്ല. അപ്പോൾ ഈ റേഷ്യോടൊപ്പം തന്നെ ക്യാഷ് ഫ്ലോ, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഫുട് നോട്ട്സ് ഉൾപ്പെടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിശദമായിട്ട് നോക്കാൻ മറക്കരുത്. കീ എക്സിക്യൂട്ടീവ്സ് ഓർ ഓഡിറ്റേഴ്സിന്റെ ഉയർന്ന ടേൺ ഓവർ, അസാധാരണമായ പാർട്ടി ട്രാൻസാക്ഷനുകൾ, അക്കൗണ്ടിംഗ് നയങ്ങളിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലോ ഉള്ള പൊരുത്തക്കേടുകൾ എന്നിവയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ കമ്പനികളെ അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു കള്ളത്തരത്തിന്റെ, തട്ടിപ്പിന്റെ മണം അടിച്ചിട്ടുണ്ടോ? എന്നാൽ അതൊന്ന് കമന്റിൽ ഷെയർ ചെയ്യാമോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.